പത്രമാറ്റ സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം. അനന്തപുരിയിൽ ഓരോ ദിവസവും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ അനാമികയെയും രേവതിയെയും വേണുവിനെയും വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായി നയന മുഖാന്തരം മൂർത്തീസ് ജ്വല്ലറി ഗ്രൂപ്പിന് ലഭിച്ച വമ്പിച്ച ഓർഡറും ആ ഓർഡർ ലഭിച്ചതിനോടുള്ള ബന്ധത്തിൽ നയനയെ ആദരിക്കുവാൻ വേണ്ടി ഗംഭീരമായ ഒരു പരിപാടി പ്ലാൻ ചെയ്തതുമൊക്കെ നയനയോടുള്ള അനാമികയുടെ അസൂയ ഇരട്ടിക്കുവാൻ കാരണമാക്കി. ആ ഒരു പാർട്ടിക്ക് പോകുന്നില്ല എന്ന് അനാമിക തീരുമാനിച്ചതാണെങ്കിലും മറ്റുള്ളവരുടെയൊക്കെ മുൻപിൽ അത് ചർച്ചാ വിഷയമാകും, അതുകൊണ്ട് വന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി തന്നെ അവിടെ നിർബന്ധപൂർവ്വം കൂട്ടിക്കൊണ്ടുപോയതാണ്. പ്രോഗ്രാം നടക്കുന്ന ഹാളിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ അവിടെ നയനയ്ക്ക് ലഭിച്ച ഗംഭീരമായ ആദരവും തുടർന്ന് അനന്തപുരിയിലെ ഓരോരുത്തരും നയനയെ പുകഴ്ത്തി പറഞ്ഞതും ഒടുവിൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അനിയുടെ കവിതാ പാരായണവും ഒടുവിലുണ്ടായ കരച്ചിലും നയനയെപ്പോലൊരു സ്ത്രീയെ ഈ ലോകത്ത് താൻ വേറെ കണ്ടിട്ടില്ല എന്നുള്ള വാക്കുകളുമൊക്കെ അനാമികയുടെ സ്വസ്ഥത തന്നെ കെടുത്തിക്കളഞ്ഞു. ആഘോഷത്തിന്റെ പൂർത്തീകരണത്തിന് കാത്തു നിൽക്കാതെ അനിയുടെ സംസാരം കേട്ടതോടുകൂടി അനാമിക ആ പാർട്ടി ഹാൾ വിട്ട് പുറത്തുപോയി. പോകുന്ന വഴിയിൽ അനാമിക വല്ലാതെ ദേഷ്യപ്പെടുകയും കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അനാമികയെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി രേവതി പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും അതൊന്നും കൂട്ടാക്കാതെ പറയുകയാണ് അനാമിക. വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് ചെന്ന് കയറിയത്. എന്നാൽ ഇപ്പോൾ സ്വപ്നങ്ങളൊന്നും പൂവണിഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ വീട്ടിലെ എൻ്റെ നിലനിൽപ്പ് കൂടി അപകടത്തിലായിരിക്കുകയാണ്. സത്യത്തിൽ എനിക്കിപ്പോൾ ജീവിക്കുവാനുള്ള ആഗ്രഹം പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവളുമാരുടെ രണ്ടിൻ്റെയും തല എപ്പോഴും എൻ്റെ മുൻപിൽ കുനിഞ്ഞിരിക്കണമെന്നും അനന്തപുരിയിൽ നിന്നും അവളുമാരെ പുറത്താക്കണമെന്നും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് നാളുകളായിട്ട് ഞാൻ നടക്കുകയാണ്. എന്നാൽ ഓരോ ദിവസം പോകുന്തോറും എൻ്റെ മുൻപിൽ അവർ ജയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നയനയെന്ന് പറയുന്നവൾ ഇനി അനന്തപുരിയിലേക്ക് വരുത്തില്ല എന്ന ചിന്തയിലായിരുന്നു ഞാൻ. എന്നാൽ അവളെ ഏറ്റവും അധികം വെറുക്കുന്നു എന്ന് പറഞ്ഞ അവളുടെ അമ്മായിയമ്മ തന്നെ അവളെ അവളുടെ വീട്ടിൽ ചെന്ന് വിളിച്ചുകൊണ്ടുവന്ന് എന്നെ ഞെട്ടിക്കുകയും ചെയ്തു. തുടർന്ന് മൂർത്തീസ് ഗ്രൂപ്പിന്റെ ചീഫ് ഡിസൈനറാക്കി അവൾക്ക് സ്ഥാനക്കയറ്റം നൽകുകയും ഇപ്പോൾ അവൾ കാരണം വലിയ ഓർഡർ ലഭിച്ചു എന്ന് പറഞ്ഞ് ഗംഭീര പാർട്ടിയും അറേഞ്ച് ചെയ്തിരിക്കുന്നു. നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യവും നടക്കില്ലച്ചാ. എല്ലാവരുടെയും മുൻപിൽ തോൽക്കാൻ മാത്രമാണ് എൻ്റെ വിധി. കുടുംബമായിട്ട് പോയി ചാകുന്നതാണ് ഇതിനേക്കാൾ നല്ലത്. ഇത് കേട്ടിട്ട് വേണു പറയുകയാണ്, മോളെ, നീ അനുഭവിക്കുന്ന മാനസിക വേദനയേക്കാൾ 10 മടങ്ങാണ് ഈ അച്ഛൻ അനുഭവിക്കുന്നത്. ജീവിതം എങ്ങോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ കടബാധ്യതയിൽ നട്ടം തിരികെയാണ് അച്ഛൻ. അനന്തപുരി തറവാട്ടിലേക്ക് മോള് ചെന്ന് കയറിയതോടുകൂടി നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നാണ് അച്ഛൻ കരുതിയിരുന്നത്. പക്ഷേ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കടക്കാരുടെ ശല്യം കൊണ്ട് വീട്ടിൽ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പോൾ. അതുകൊണ്ട് തൽക്കാലം ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വഴി എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ തന്നെ നമ്മുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് അനന്തപുരിക്കാർ ഏകദേശമൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. കൂടുതൽ പരുക്കുണ്ടാകുന്നതിനേക്കാൾ മുമ്പേ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ചിട്ട് അവരുടെയൊക്കെ മുൻപിൽ അച്ഛന് തല ഉയർത്തി ഒന്ന് നിൽക്കണം. അതിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. പക്ഷെ എൻ്റെ മോളുടെ ചിന്ത അതൊന്നുമേ അല്ല. മോൾക്ക് ഇപ്പോഴും നയനയ്ക്ക് കിട്ടിയ ആദരവും അവൾ ചീഫ് ഡിസൈനർ ആയതും ഒക്കെയാണ്. എൻ്റെ മോളെ അവൾക്കിട്ട് നമുക്ക് പണി കൊടുക്കുവാൻ സമയങ്ങളും കാലങ്ങളും ഒക്കെ ഇനിയും ധാരാളം നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേ ഒന്ന് താഴെ നിന്നിട്ട് വേണ്ടേ തൊഴിൽ കാണിക്കാൻ? അതുപോലും പറ്റാത്ത അവസ്ഥയാണ് നമ്മുടേതിപ്പോൾ. അപ്പോൾ അനാമിക പറയുകയാണ്, അല്ലെങ്കിലും അച്ഛൻ അച്ഛൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും അച്ഛൻ ഇതുവരെ മുഖവിലേക്ക് എടുത്തിട്ടേ ഇല്ല. അതുകൊണ്ട് അച്ഛനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എല്ലാം വരുന്നത് പോലെ വരട്ടെ. ഞാൻ ആലോചിക്കുകയായിരുന്നു ഇനി അവളുമാരുടെ മുൻപിൽ എങ്ങനെ തല ഉയർത്തി എനിക്ക് നിൽക്കുവാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച്. ഇത്രയും നാളും കഞ്ഞിക്ക് ഗതിയില്ലാത്ത വീട്ടിൽ നിന്നും വളഞ്ഞ വഴിയിൽ കൂടി അനന്തപുരിയിലേക്ക് കയറി വന്നു 2 എണ്ണം എന്ന് പറഞ്ഞ് അവളുമാരെ ഞാൻ കണക്കിന് പരിഹസിച്ചു കൊണ്ടിരുന്നതാണ്. ആ സമയത്തൊക്കെ ഞാൻ വന്നു കയറിയത് ആഡംബരത്തിൻ്റെയും സമൃദ്ധിയുടെയും നടുവിൽ നിന്നാണ് എന്നൊക്കെ അവരെ ബോധ്യപ്പെടുത്താനും ഞാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായി. സത്യത്തിൽ കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്ത വീട്ടിൽ നിന്ന് ഞാനാണല്ലോ വന്നത് എന്നുള്ളത് എല്ലാവർക്കും ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ കൊച്ചൻ്റെ വയറ്റിലുണ്ട് എന്നുള്ളൊരൊറ്റ കള്ളക്കഥയിലാണ് അനന്തപുരിയുടെ ഗേറ്റിന് പുറത്ത് ഞാൻ പോകാതിരിക്കുന്നത്. പക്ഷേ എത്ര നാൾ ഈ കള്ളക്കഥയും കൊണ്ട് ഇങ്ങനെ മുൻപോട്ട് പോകാൻ പറ്റും? എല്ലാത്തിനും ഒരു പരിധിയില്ലേ? ഇതും കൂടി കാപട്യമായിരുന്നു എന്ന് ആ വീട്ടിലുള്ള എല്ലാവരും തിരിച്ചറിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് അച്ഛൻ കാര്യമായിട്ട് ചിന്തിച്ച് ഇതിൻ്റെ ഒരു പരിഹാരം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കും. അച്ഛനോട് എന്തു പറഞ്ഞാലും മോഷണം 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 ഇത് മാത്രമേ ഉള്ളൂ അച്ഛൻ്റെ തലയിൽ. അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞച്ചാ. ഒരു മുങ്ങുന്ന കപ്പലാണ് ഇപ്പോൾ നമ്മുടെ വീട്. ഇതിൽ നിന്ന് കര കയറുവാൻ എന്തെങ്കിലും ആലോചിച്ച് ചെയ്യാൻ നോക്ക്. അപ്പോൾ വേണു പറയുകയാണ്, മോളെ, ഞാൻ ആലോചിക്കാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവസാന നിമിഷത്തിൽ പൊളിഞ്ഞു പോവുകയാണ്. നമ്മുടെ ഭാഗ്യക്കേടാണിത്. എങ്കിലും എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ബുദ്ധി തോന്നുന്നുണ്ട്. അത് മോൾ ആ വീട്ടിൽ പയറ്റി നോക്കിയാൽ തീർച്ചയായിട്ടും ഈ സാഹചര്യത്തിൽ അത് നമ്മളെ രക്ഷപ്പെടുത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അനാമികയും രേവതിയും കൂടി ചോദിക്കുകയാണ്, അതെന്താണ് പുതിയ ഐഡിയ? എന്തായാലും അതൊന്ന് പറ, കേൾക്കട്ടെ. അപ്പോൾ വേണു, ദേവയാനിക്ക് കരൾ കൊടുത്തത് ആരാണെന്നതിനെക്കുറിച്ച് ഇതുവരെയും അവർക്ക് ഒരറിവുമില്ലല്ലോ. ഇല്ല,
നയനയാണ് കരൾ കൊടുത്തത് എന്നുള്ളത് നയന ഒരിക്കലും ദേവയാനിയോട് പറയില്ല. പിന്നെയുള്ളത് ആദർശും ജയനുമാണ്. പറയാനായിരുന്നുവെങ്കിൽ നേരത്തെ ഇതൊക്കെ അവർക്ക് പറയാമായിരുന്നു. ഇപ്പോഴാകട്ടെ ദേവയാനി പോയിട്ട് നയനയെ അവളുടെ വീട്ടിൽ നിന്നും തിരിച്ചു വിളിച്ചുകൊണ്ട് വരികയും ചെയ്തു. ഇനി ഒരിക്കലും നയനയെ ദേവയാനി അവിടെ നിന്നും അടിച്ചിറക്കി വിടില്ല. അങ്ങനെ അടിച്ചിറക്കി വിടാനായിരുന്നുവെങ്കിൽ അവളെ വിളിച്ചുകൊണ്ട് അവിടേക്ക് വരില്ലായിരുന്നു. നയനെ അനന്തപുരിയിലേക്ക് മടങ്ങി വരികയും ഇത്രയും നാളുകൾ പിന്നിടുകയും ചെയ്തിട്ടും ഇപ്പോഴും ഗതികെട്ട് അലയുന്നൊരു പ്രേതം പോലെ ദേവയാനി ഓരോ സ്ഥലങ്ങളിലും അലഞ്ഞു നടക്കുകയാണ്, തനിക്ക് കരൾ കൊടുത്തത് ആരാണെന്ന് അറിയാൻ വേണ്ടി. എന്നാൽ അതൊരിക്കലും ദേവയാനി അറിയാൻ പാടില്ല എന്നുള്ള വാശിയിലാണ് ആദർശും നയനയും ജയനുമൊക്കെ. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കളിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് മോളെ. ദേവയാനിക്ക് കരൾ കൊടുത്തത് ഇയാളാണ് എന്ന് പറഞ്ഞ് നമുക്കൊരു പെൺകുട്ടിയെ അങ്ങോട്ട് അവതരിപ്പിച്ചാലോ? അപ്പോൾ രേവതി ചോദിക്കുകയാണ്, അയ്യോ അതൊക്കെ നടക്കുന്ന കാര്യമാണോ? അതെന്താ നടക്കാതിരിക്കാൻ? പൈസ കൊടുത്താൽ ഇതല്ല ഇതിനപ്പുറവും അഭിനയിക്കുവാൻ ആൾക്കാർ വരും രേവതി. നമുക്ക് നയനയോളം പ്രായമുള്ള ഏതെങ്കിലും ഒരു മിടുക്കി കുട്ടിയെ കണ്ടെത്താം, എന്നിട്ട് അവളുമായിട്ടൊരു കരാറുണ്ടാക്കാം. അങ്ങ് വലിയ കൊമ്പത്തെ ആരും ആകാതിരുന്നാൽ മതി. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കാശ് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അഹങ്കാരവും ചതിയും ഒക്കെ തലക്കകത്ത് വരുന്നത്. അതുകൊണ്ട് ജീവിക്കാൻ ഗതിയില്ലാത്ത ഏതെങ്കിലും ഒരെണ്ണത്തെ കണ്ടെത്തിയിട്ട് നമുക്ക് ആ കുട്ടിയെ കൊണ്ടൊരു കളി കളിക്കാം. കിട്ടുന്നതിൻ്റെ 10% അവൾക്ക് കൊടുക്കാം എന്ന് നമുക്ക് പറയാം. അല്ല, ഈ 10% എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെ ലക്ഷങ്ങളുണ്ടാവും. അത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ ചാടി വീഴുമെന്നേ. ഇത്രയും കേട്ടപ്പോഴേക്കും അനാമികയുടെ മുഖത്ത് ഒരു പ്രകാശം അടിക്കുകയാണ്. എന്നിട്ട് അനാമിക പറയുകയാണ് വേണുവിനോട്, ഇത് നല്ല ഐഡിയയാണ്. ഇത് വിജയിച്ചാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. എന്തായാലും അച്ഛാ, എൻ്റെ മനസ്സിലൊരു കാര്യം തോന്നുന്നു. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൾ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെ പോകുന്ന കുടുംബത്തിലെയാണ്. ഞാൻ അവളോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അവൾ സമ്മതിച്ചാൽ കാര്യങ്ങൾ നടക്കും. അവളും രക്ഷപ്പെടും, നമ്മളും രക്ഷപ്പെടും. ഇപ്പോൾ തന്നെ ഒരു 50 ലക്ഷം കൊടുക്കാൻ വേണ്ടി വല്യമ്മ കാത്തിരിക്കുകയാണ്. അത് ആദ്യ ഗഡു എന്ന രീതിയിൽ മാത്രം കണ്ടാൽ മതി. കരൾ നൽകിയ പെൺകുട്ടിയെ കണ്ടാൽ അവർ എന്തും കൊടുക്കാൻ തയ്യാറാവും. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് ഈ കാര്യത്തിൽ ഒരു ചുവട് മുൻപോട്ട് വെക്കാം. അങ്ങനെ പുതിയൊരു വഴി തുറന്നു എന്നുള്ളതിൻ്റെ സന്തോഷത്തിൽ അനാമികയെ അനന്തപുരിയിലാക്കിയിട്ട് വേണുവും രേവതിയും കൂടി രാത്രിയിൽ അവരുടെ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. അനാമികയോ വേണുവോ രേവതിയോ ഒന്നും അറിയുന്നില്ല ദേവയാനി തനിക്ക് കരൾ നൽകിയ പെൺകുട്ടിയെ ഇതിനോടകം കണ്ടെത്തിക്കഴിഞ്ഞുവെന്നും അത് തൻ്റെ മരുമകളാണ് എന്നും. പക്ഷേ ആരും അറിയാതെ അതെല്ലാം ഹൃദയത്തിൽ അടക്കിക്കൊണ്ട് നടക്കുകയാണ്. തൊട്ടടുത്ത ദിവസം തന്നെ അനാമിക തൻ്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി പോവുകയാണ്. ആ കുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് സ്വകാര്യമായി വിളിച്ചിരുത്തി കുട്ടിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി. കഥകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടി വല്ലാതെ പരിഭ്രമിക്കുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുകയാണ്, പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. നീ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി. കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു. ഒരു നല്ല എമൗണ്ട് ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം. അതോടുകൂടി നീ രക്ഷപ്പെടും. എന്തു മറുപടി പറയണമെന്നറിയാതെ വല്ലാതെ ഭയപ്പെട്ടു നിൽക്കുന്ന ആ കുട്ടിയോട് അനാമിക വീണ്ടും പറയുകയാണ്, എടി നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവിടെ ഞാനില്ലേ. ഒരു തരത്തിലും ആരും ഇതൊന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. ഈ കരൾമാറ്റ ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞു കിടക്കുന്ന വലിയമ്മയ്ക്കാണെങ്കിൽ എന്നോട് ഭയങ്കര സ്നേഹമാണ്. യാതൊരു അവിശ്വാസവും എന്നിൽ വലിയമ്മയ്ക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഇതിനകത്ത് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ കൂടെ സംസാരിച്ചൊടുവിൽ അനാമിക ആ പെൺകുട്ടിയെ കൊണ്ട് എല്ലാം അങ്ങ് സമ്മതിപ്പിക്കുകയാണ്. തുടർന്ന് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് അനാമിക അനന്തപുരിയിലേക്ക് എത്തുന്നു. ആ കുട്ടിയെ പുറത്തിരുത്തിയിട്ട് അനാമിക ദേവയാനിയുടെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ദേവയാനി വല്ലാത്ത ആലോചനയിലാണ്. അപ്പോഴേ അനാമികയുടെ മനസ്സ് പറയുന്നുണ്ട്, വലിയമ്മ ചിന്തയിൽ തന്നെയാണ്. തനിക്ക് കരൾ നൽകിയ പെൺകുട്ടിയെ എങ്ങനെ കണ്ടെത്തുവാൻ കഴിയുമെന്നുള്ള ചിന്ത. എന്തായാലും ഇന്നത്തോടുകൂടി എല്ലാത്തിനും ഒരു തീരുമാനമാവുകയാണ്. തുടർന്ന് അനാമിക വലിയമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ദേവയാനിയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ്, വലിയമ്മ ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം ഏറ്റവും അധികം ചിന്തിച്ചും സങ്കടപ്പെട്ടും നടക്കുന്ന കാര്യം വലിയമ്മയ്ക്ക് കരൾ നൽകി സഹായിച്ച ആ പെൺകുട്ടി ആരാണ് എന്നുള്ളതിനെക്കുറിച്ചല്ലേ? അപ്പോൾ ദേവയാനി, അതേ മോളെ, എന്തുപറ്റി? ഈ വീട്ടിൽ വലിയമ്മയെ സ്നേഹിക്കുന്ന എല്ലാ ആൾക്കാരും വലിയമ്മയിൽ നിന്നും ആ സത്യം മറച്ചു വെച്ചു. എനിക്ക് മനസ്സിലാകുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന്. പക്ഷേ വലിയമ്മയുടെ മനസ്സ് നന്നായിട്ട് മനസ്സിലാക്കുവാനും ആ വേദന കാണുവാനും എനിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാനൊരു അന്വേഷണത്തിലായിരുന്നു. ഇപ്പോൾ ആ പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ്. ഇത്രയും കേട്ടപ്പോഴേക്കും ദേവയാനി ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? തട്ടിപ്പും തരികിടയും നടത്തി അതിനപ്പുറത്തൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു രീതിയിലേക്ക് ഈ പെൺകൊച്ച് എത്തിയിരിക്കുകയാണല്ലോ. എനിക്ക് കരൾ തന്ന പെൺകുട്ടി ആരാണ് എന്ന് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ വേറൊരാളാണ് കരൾ നൽകിയത് എന്ന് പറഞ്ഞ് അവൾ എൻ്റെ അടുക്കലേക്ക് വരണമെങ്കിൽ ഇതിൻ്റെ പിൻപിൽ അവൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് പണം തന്നെയാണ്. ഉടനെ അനാമിക വീണ്ടും ചോദിക്കുക, വലിയമ്മ എന്താണ് ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ദേവയാനി പറയുക, അല്ല മോളെ, ഞാൻ ചിന്തിച്ചത് ദൈവം എത്ര വിശ്വസ്തനാണ് എന്നുള്ളതായിരുന്നു. ആദർശും ജയേട്ടനുമൊക്കെ ഈ സത്യം എന്നിൽ നിന്നും മറച്ചു വെച്ചു. അത് കണ്ടുപിടിക്കുവാൻ വേണ്ടി ഞാനായിട്ട് വളരെ പരിശ്രമിച്ചിട്ടും എനിക്ക് എവിടെയും എത്തുവാൻ കഴിഞ്ഞില്ല. തുടർന്ന് എൻ്റെ മുൻപിൽ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ് മോള് പറയുന്നത്. എന്നിട്ട് എവിടെ ആ പെൺകുട്ടി? എനിക്ക് ജീവൻ നൽകിയ ആ പെൺകുട്ടി എവിടെ?
മോൾ അവളെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാനൊന്ന് കാണട്ടെ. കൊണ്ടുവന്നിട്ടുണ്ട് വലിയമ്മേ. അവൾ പുറത്ത് നിൽപ്പുണ്ട്, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് അനാമിക പുറത്തേക്കിറങ്ങി ആ പെൺകുട്ടിയെ വിളിക്കുകയാണ്. തുടർന്ന് ആ പെൺകുട്ടി അകത്തേക്ക് കയറി വന്നിട്ട് ഇരു കൈകളും കൂപ്പിക്കൊണ്ട് നമസ്കാരം മാഡം എന്ന് ദേവയാനിയോട് പറയുന്നു. അപ്പോൾ ദേവയാനി ആ കുട്ടിയുടെ മുഖത്തേക്ക് കുറേ സമയം നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ദേവയാനി ചോദിക്കുകയാണ്, മോളുടെ പേരെന്താണ്? എവിടെയാണ് മോളുടെ വീട്? മോളെ ഒന്ന് കാണുവാൻ വേണ്ടി എത്ര നാളുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്നറിയാമോ? ഇതിനെല്ലാം മറുപടി മൗനം മാത്രമാണ്, ഒരു ചെറിയ പുഞ്ചിരി മാത്രമാണ്. ഉടനെ ദേവയാനി വീണ്ടും ചോദിക്കുകയാണ്, മോളും മോളുടെ ഹസ്ബൻഡ് കൂടി ഈയിടെ എവിടെയെങ്കിലും യാത്ര പോയിരുന്നോ? അപ്പോൾ ആ കുട്ടി പറയുന്നു, ഇല്ല, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ ഭർത്താവും മകനും പറഞ്ഞത് മോള് ഹസ്ബൻഡിൻ്റെ കൂടെ വിദേശത്ത് എവിടെയോ പോയിരിക്കുകയാണെന്നാണല്ലോ. തുടർന്ന് ദേവയാനി പല കാര്യങ്ങളും ആ കുട്ടിയോട് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അതിനൊന്നും വ്യക്തമായ മറുപടി പറയുവാൻ കഴിയാതെ ആ കുട്ടി കുഴയുവാൻ തുടങ്ങി. ആ സമയത്ത് മൂർത്തി സാർ അവിടേക്ക് വരുന്നുണ്ട്. അനാമിക ഉടനെ തന്നെ മൂർത്തി സാറിനെയും ആ പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, അതെ മുത്തശ്ശ, വലിയമ്മയ്ക്ക് കരൾ പകുത്തു കൊടുത്ത കുട്ടിയാണ് ഈ നിൽക്കുന്നത്. നിങ്ങളുടെയൊക്കെ മുൻപിൽ എല്ലാവരും ഇത് മറച്ചു വെച്ചിരിക്കുകയായിരുന്നില്ലേ? പക്ഷേ ഞാനത് കണ്ടുപിടിച്ചു. അവളെയും കൊണ്ട് ഞാനിപ്പോൾ വന്നിരിക്കുകയാണ് വലിയമ്മയുടെ മുൻപിൽ. ഇത്രയും കേട്ടപ്പോഴേക്കും മൂർത്തി സാറും വല്ലാതെ ഒന്ന് ഞെട്ടുകയാണ്. അനാമികയെ സൂക്ഷിച്ച് അല്പസമയം നോക്കിയിട്ട് മുത്തശ്ശൻ ആ കുട്ടിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. സംസാരം ആരംഭിച്ചപ്പോൾ തന്നെ ആ പെൺകുട്ടി വല്ലാതെ പരിഭ്രമിക്കുകയാണ്. ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയുവാൻ കഴിയാതെ വന്നപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ്, മോൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായ മറുപടി അല്ലല്ലോ മോൾ എനിക്ക് തരുന്നത്. മോൾ എന്തൊക്കെയോ എന്നോട് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണെങ്കിലും തുറന്നു പറയൂ. അപ്പോൾ ആ കുട്ടി പറയുകയാണ്, എനിക്ക് വല്ലാത്ത പേടിയാകുന്നു. എനിക്കിപ്പോൾ വീട്ടിൽ പോകണം ഉടനെ. അനാമിക എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് ഇപ്പോൾ വന്നത്. ഉടനെ മുത്തശ്ശൻ അനാമികയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പറയുകയാണ്, അനാമികയെ, നീ വളരെ കൊച്ചുകുട്ടിയാണ്. ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും കാപട്യം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ കുറച്ചുനാൾ കൂടി കഴിഞ്ഞാൽ ഈ അനന്തപുരി തറവാട് നീ കുളം തോണ്ടുമല്ലോ. ദേവയാനിക്ക് കരൾ നൽകിയത് ഈ കുട്ടിയാണ് എന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? ഈ കൊച്ചാണോ പറഞ്ഞത്? അതോ ദേവയാനിക്ക് കരൾ നൽകിയത് ഞാനാണെന്ന് പറയണമെന്ന് പറഞ്ഞ് ഈ കുട്ടിയെ നീ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണോ? ഇതൊക്കെ കേട്ടിട്ട് ആ കുട്ടി പറയുകയാണ്, മുത്തശ്ശ, ഞാൻ നിരപരാധിയാണ്. അനാമികയാണ് എന്നെ സമീപിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയണം എന്ന് എന്നോട് പറഞ്ഞത്. എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അനാമികയ്ക്ക് വേണ്ടി ഇത് ചെയ്യണം എന്ന് നിർബന്ധിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എനിക്ക് ഈ മാഡത്തെ അറിയില്ല. ഉടനെ ദേവയാനി ചോദിക്കുകയാണ്, അനാമികയെ, നീ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നത്? നിന്റെ ആവശ്യം പൈസയാണോ? നിനക്ക് പണമായിരുന്നു ആവശ്യമെങ്കിൽ നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നല്ലോ. ഇല്ലെങ്കിൽ മുത്തശ്ശനോട് ചോദിക്കുമായിരുന്നില്ലേ? ഇത്തരത്തിലുള്ള മോശമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുണ്ടോ? നീ കാട്ടുന്ന ഈ കാപട്യങ്ങളുടെ വ്യാപ്തി എത്ര വലുതാണെന്ന് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ മോളെ? നീ ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തിയപ്പോൾ മുതൽ എൻ്റെ സ്വന്തം മരുമകളാക്കി ഞാൻ നിന്നെ ചേർത്ത് നിർത്തിയതല്ലേ? അങ്ങനെയുള്ളപ്പോൾ ഈ എന്നോട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? ഉടനെ അനാമിക പറയുകയാണ്, സത്യമായിട്ടും വലിയമ്മേ, മുത്തശ്ശനെയോ വലിയമ്മയോ കബളിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചല്ല ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തത്. വലിയമ്മയ്ക്ക് കരൾ നൽകിയ കുട്ടി ആരാണെന്നറിയാതെ ഊണിലും ഉറക്കത്തിലുമൊക്കെ വലിയമ്മ വല്ലാതെ സങ്കടപ്പെട്ട് നടക്കുന്നത് ഞാൻ എപ്പോഴും കാണുകയല്ലേ. അതുകൊണ്ട് ഈ അവസ്ഥയിൽ വലിയമ്മയ്ക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ടാക്കുന്ന കാര്യം ആ പെൺകുട്ടിയെ കണ്ടെത്തുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് വലിയമ്മയ്ക്കൊരു സന്തോഷമാകട്ടെ എന്ന് കരുതി ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയതാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും സത്യാവസ്ഥ സാവകാശം പറയാം എന്ന് ഞാൻ ചിന്തിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാതെ പണം തട്ടിയെടുക്കുവാനുള്ള ദുരുദ്ദേശങ്ങളൊന്നും ഇതിൻ്റെ പിൻപിലില്ലായിരുന്നു. അപ്പോൾ മൂർത്തി സാർ, അതെ, എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി കൂടുതൽ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഒന്നും ഇതിൻ്റെ മേൽ ആവശ്യമില്ല. ഈ നിമിഷം തന്നെ നിന്നെ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിടേണ്ടതാണ്. ആൾമാറാട്ടം നടത്തിയതിന് ഈ പെൺകുട്ടിയെ പോലീസിലും ഏൽപ്പിക്കേണ്ടതാണ്. പക്ഷേ ഞങ്ങളുടെ മാന്യത വെച്ച് ഞങ്ങൾ അതിന് തയ്യാറാകുന്നില്ല. ഈ അനന്തപുരിയിൽ നിനക്ക് ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളും തട്ടിപ്പുകളും മാറ്റിവെച്ചിട്ട് അടങ്ങി ഒതുങ്ങി മറ്റുള്ളവരെ പോലെ ഈ വീട്ടിൽ ജീവിക്കാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ നീ അനന്തപുരിക്ക് പുറത്തു പോകണം. മുത്തശ്ശൻ ഇതൊക്കെ പറയുമ്പോഴേക്കും അനാമിക ഇങ്ങനെ ഭയന്നു വിറച്ച് അതിനേക്കാൾ ഉപരി ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കുകയാണ്. ഈ സമയത്ത് ദേവയാനി മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, സത്യത്തിൽ മൂർഖം പാമ്പിനെയാണല്ലോ ഞാൻ പാല് കൊടുത്ത് ചേർത്ത് നിർത്തിയത്. യഥാർത്ഥ നിധി ഈ വീടിനുള്ളിൽ കിടക്കുമ്പോൾ ഞാൻ കുപ്പത്തൊട്ടിലിൽ കിടക്കുന്നതിനെ നിധി എന്ന് കരുതി മാർവോട് ചേർത്ത് വെച്ചിരിക്കുകയായിരുന്നു. എൻ്റെ മരുമകളുടെ 7 അയലത്തെത്തുവാനുള്ള യോഗ്യത പോലും ഇവൾക്കില്ലല്ലോ. എന്തായാലും ഇവളെ ഒരു നല്ല പാഠം പഠിപ്പിച്ചിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് വിടൂ. ഇത് ദേവയാനി മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും അനാമിക താൻ കുഴിച്ച കുഴിയിൽ വീണുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും തുടർന്ന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയുവാൻ വേണ്ടി വരുന്ന എപ്പിസോഡുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു.